ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആണ്. ഉള്ളിച്ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും വായോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് വറ്റൽമുളക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഇനി ഈ വറ്റൽമുളക് ഒന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അപ്പോൾ ഈ മുളകിന്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കോരി എടുത്ത് വേറെ പാത്രത്തിലോട്ട് ആക്കാവേ. പിന്നെ നമ്മൾ ആ പാത്രത്തിലെ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയുടെ കളർ ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കാവേ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പുളിയാണ് കേട്ടോ. അപ്പോൾ ഈ പുളിയും ഉള്ളിയും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാവേ. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തേക്കുവാണേ. അപ്പോൾ നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അതെ, നമ്മൾ വറ്റൽമുളക് ഒക്കെ പൊടിഞ്ഞെടുത്ത സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച പുളിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. പിന്നെ അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് പറയാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, എരിവ് നോക്കിയിട്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാവേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ളിച്ചമ്മന്തി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ നമ്മളിട്ട് കുഴയ്ക്കുവാണ് കേട്ടോ. നമുക്കിന്ന് കുഴച്ചയച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാവേ. ശരിക്കും പറഞ്ഞത് ഉണ്ടാക്കിയപ്പോൾ തന്നെ എന്റെ വായിൽ വെള്ളം വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ചിരിക്കുന്ന വേറൊന്നുമല്ല കേട്ടോ. ഇവിടെ എന്റെ ചുറ്റിനും അനിയന്മാരൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ കഴിക്കുമ്പോഴത്തേക്കും അവന്മാർ ഓരോരോ കോമഡികൾ പറയുവാണ്. അതാണ് എനിക്ക് ഇത്രയും ചിരി വരുന്നത്. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ചാനൽ നല്ല കൂട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ഇട്ട് വരാൻ